എനിക്ക് ആ കറണ്ടി കൊണ്ടുതരാൻ ആരും ഇല്ലായിരുന്നു. ആരും എനിക്കില്ലായിരുന്നു ആ കറണ്ടി എൻ്റെ കയ്യിലോട്ട് കൊണ്ടുതരാൻ. അത് ഞാൻ സ്വന്തമായിട്ട് ഞാനായിട്ട് പോയി കണ്ടുപിടിച്ചെടുത്തതാണ്. അല്ലാതെ സ്വർണ്ണക്കരണ്ടി എൻ്റെ വായ്ക്കകത്തോട്ട് വെച്ച് തരാൻ വേണ്ടി ആരും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ സത്യം പറഞ്ഞ കഴിച്ച് ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ലായിരുന്നു ഇന്ന് ലൈവ് ഇട്ട്. ഞാൻ സ്റ്റോറി ഇട്ടതിന് ശേഷം എനിക്ക് MRCയുടെ ഓണേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാരിലും അഡ്മിൻ പാനലിലും എനിക്ക് സ്റ്റിൽ റെസ്പെക്റ്റ് ഉള്ള കുറേ പേരുള്ളത് കൊണ്ട് ഞാനിത് എനിക്ക് അപരാധം ഞാൻ തെറി പറയാനും ആക്കി ഇരിക്കുന്നില്ല. അത് ഒരുത്തനോടുള്ള പേടിയും പറയും കൊണ്ടല്ലെന്ന് ഞാൻ ഒന്നുകൂടെ പറയുവാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനി എന്താ പറയാ, എങ്ങനെ വേണം കൺവേർട്ട് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇതാക്കാം. എൻ്റെ അടുത്ത് ഇനി ഇതിന്റെ പേരിൽ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും അപരാധിക്കാനാണ് പ്ലാനെങ്കിൽ ഞാനത് മിണ്ടാതിരിക്കത്തില്ല. അത് ഞാൻ ഉറപ്പാണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഇത് കണ്ടിട്ടും വീണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്നെ അപരാധിക്കാനും പേരിടാനുമാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ അടുത്ത ലൈവ് ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല വരുന്നത്. ഇത് ഞാൻ അശ്വിൻ ചേട്ടനോടുള്ള എൻ്റെ ഒരു സ്നേഹവും ഗ്രാറ്റിറ്റ്യൂഡും എനിക്കുള്ളത് കൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ഒരു റെസ്പെക്റ്റോടെ ഉള്ളത് കൊണ്ട് ഞാനിത് ഇങ്ങനെ നിർത്തുന്നു, ഇങ്ങനെ ഇതാക്കുന്നു. എനിക്ക് ഇത്രയും കാര്യം പറയാനുണ്ടായിരുന്നു, ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ലാസ്റ്റ് വീഡിയോ അമ്പത്തൂരിന് അണ്ടി എന്ന് പറഞ്ഞു. ഞാൻ ഈ പെണ്ണുമായി സംസാരിക്കാന്നല്ല, എനിക്ക് ആരും അമ്പത്തൂരിന്നോ ഇത് TV-യിലുള്ളതാണെന്നോ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇത് കാണുന്നുമില്ല, ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല, എന്റെ ഫോക്കസ് മൊത്തം ഇതിലാ. അപ്പൊ ഞാൻ പറഞ്ഞ അമ്പത്തൂരിന് അണ്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഇവനിത് ബാക്കിൽ നിന്ന് കണ്ടു, ഓന് കൊണ്ടു. മനസ്സിലായോ? തമാശക്ക് പറയാൻ വേണ്ടി ഞാൻ അവനെ കണ്ടിട്ട് പോലും ഇല്ല, എനിക്ക് അറിയത്തില്ല.